59 വർഷങ്ങളായി തമിഴ്നാടിന്റെ രാഷ്ട്രീയം എന്നത് ഭേദിക്കാൻ കഴിയാത്ത ഒരു കോട്ടയായിരുന്നു. 1967 മുതൽ DMK, AIDMK എന്നീ രണ്ടു വമ്പൻ പടവൃക്ഷങ്ങൾ മാത്രമേ അവിടെ അധികാരം ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ 2026 മെയ് മാസത്തിൽ 51 വയസ്സ് മാത്രമുള്ള ഒരു സിനിമാ താരം ആ കോട്ട ഭേദിക്കുക മാത്രമല്ല, അത് പൂർണ്ണമായും തകർത്തെറിയുകയും ചെയ്തു. 108 സീറ്റുകളും 38% വോട്ട് ഷെയറുമായി തമിഴ് വെട്രി ഘടകം എന്നീ TVK എന്ന ആധുനിക ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അട്ടിമറി രാഷ്ട്രീയം നമ്മൾ കണ്ടു. പക്ഷേ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് വെറും ഒരു ജനപ്രീതി മാത്രമാണ്. വലിയൊരു കടബാധ്യതയുള്ള ഒരു സംസ്ഥാനം ഭരിക്കുക എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പോരാട്ടമാണ്. ഇന്ന് നാം സിനിമാറ്റിക് ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് മുഖ്യമന്ത്രി വിജയുടെ 30 ദിവസങ്ങളുള്ള ഒരു സമഗ്രമായ സാമ്പത്തിക രാഷ്ട്രീയ വിലയിരുത്തലാണ് ഇന്ന് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ക്ഷേമ പദ്ധതികളുടെ ഒരു സാമ്പത്തിക യാഥാർത്ഥ്യം, ചെന്നൈയിലെ IT ഇടനാഴികളുടെ നിയന്ത്രണം, ഇതിലെല്ലാം ഉപരി കേരളത്തെ നേരിട്ട് ബാധിക്കുന്ന മുല്ലപ്പെരിയാർ പോലുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നയതന്ത്രപരമായ തീരുമാനം. ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇത് തമിഴ്നാടിന്റെ മാത്രം ഭാവിയല്ല, ദക്ഷിണേന്ത്യയുടെ മുഴുവൻ രാഷ്ട്രീയ മാറ്റമാണ്. ഒരു സിനിമയും യാഥാർത്ഥ്യവും തമ്മിൽ കൂട്ടിയിടിക്കുന്ന പോയിന്റ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി പദ്ധതി, വനിതാ സുരക്ഷാ സേന, ആന്റി നാർക്കോട്ടിക്സ് യൂണിറ്റ് എന്നിവയിൽ അദ്ദേഹം ഒപ്പുവെച്ചു. മയക്കുമരുന്നിന് എതിരെയുള്ള നീക്കം ഇടത്തരക്കാർക്കിടെ വലിയൊരു സ്വീകാര്യത തന്നെയാണ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. എന്നാൽ ഇവിടെ അതിഭീകരമായ ഒരു സാമ്പത്തിക വൈരുദ്ധ്യം നിലനിൽക്കുന്നു. 3.5 ലക്ഷം കോടി രൂപ പൊതുക്കടമുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഇത്രയും വലിയൊരു കടബാധ്യത വെച്ചുകൊണ്ട് സൗജന്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കും? വൈദ്യുതിയുടെ അല്ലെങ്കിൽ സൗജന്യ വൈദ്യുതിയുടെ ഭാരം സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ കമ്പനികൾക്ക് നൽകിയാൽ അത് സംസ്ഥാനത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ തന്നെ പൂർണ്ണമായും നശിപ്പിക്കും. സോ ഇനി ഈ പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധാരണക്കാരുടെ മേലാണ് നികുതി കൂട്ടുന്നത് എങ്കിൽ അത് അദ്ദേഹത്തിന്റെ തന്നെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ കാര്യമായി ഇല്ലാതാക്കും. സോ ജനപ്രീതിയും സാമ്പത്തിക അച്ചടക്കവും ഒരേ സമയം കൊണ്ടുപോകുക എന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഇവിടെയാണ് വിജയുടെ യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതും മറ്റു മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യാത്തതുമായ ഒരു വിഷയത്തിലേക്ക് വരാം. മുല്ലപ്പെരിയാർ, ഒപ്പം കേരളവുമായുള്ള ബന്ധം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നടൻ വിജയെ കേരളത്തിനു ജീവനാണ്. എന്നാൽ മുഖ്യമന്ത്രി വിജയെ കേരളം എങ്ങനെ നോക്കിക്കാണും? മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുൻ ദ്രാവിഡ സർക്കാരുകൾ സ്വീകരിച്ചിരുന്ന കർശനവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നയം തന്നെയാണോ വിജയ്ക്കുമുള്ളത്? നിലവിൽ വളരെ തന്ത്രപരമായ ഒരു മൗനമാണ് അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരു ഭൗമ രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ കെണിയാണെന്ന് പറയേണ്ടി വരും. കാരണം പുതിയൊരു ഡാം പണിയാനായി കേരളത്തെ അനുവദിച്ചാൽ തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയിലെ ലക്ഷക്കണക്കിന് കർഷകർ അദ്ദേഹത്തിനെതിരെ തിരിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി കേരളത്തിന്റെ സുരക്ഷാ ആശങ്കകളെ അവഗണിച്ചാൽ കേരളത്തിൽ തനിക്കുള്ള വലിയൊരു പിന്തുണ പൂർണ്ണമായും നഷ്ടപ്പെടുമെന്നുള്ളതും സത്യമാണ്. മാത്രമല്ല TVK എന്ന പാർട്ടി കേരളത്തിലേക്കും തങ്ങളുടെ വേരുകൾ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 2026 കേരളം പുതിയൊരു സർക്കാരിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിജയുടെ ഫാൻസ് അസോസിയേഷനുകളെ രാഷ്ട്രീയ വോട്ടുകളാക്കി മാറ്റാൻ അദ്ദേഹം പദ്ധതിയിടുന്നുണ്ട്. എന്നാൽ മുല്ലപ്പെരിയാർ പോലൊരു വൈകാരിക വിഷയത്തെക്കുറിച്ച് അദ്ദേഹം തീരുമാനമെടുക്കുമ്പോൾ തമിഴ്നാടിന്റെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നിർബന്ധിതനാകുമ്പോൾ കേരളത്തിൽ TVKക്ക് ലഭിക്കുന്ന സ്വീകാര്യതയിൽ വലിയൊരു ചോദ്യചിഹ്നമുണ്ടാവും. ഈ ഡാം വിഷയം അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യത്തെ ഏറ്റവും വലിയൊരു ഉരകക്കല്ലായി മാറുമെന്നതിൽ അതുകൊണ്ട് തന്നെ നിസ്സംശയം നമുക്ക് പറയാം. ഇനി അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ മറ്റൊരു നീക്കം നോക്കാം. അധികാര കേന്ദ്രീകരണം, സെൻട്രലൈസേഷൻ ഓഫ് പവർ. മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ, ജലവിതരണം തുടങ്ങിയ വകുപ്പുകൾ അദ്ദേഹം നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. എന്തുകൊണ്ട്? കാരണം ചെന്നൈ, കോയമ്പത്തൂർ എന്നീ IT വ്യാവസായിക നഗരങ്ങളുടെ നിയന്ത്രണം ഈ വകുപ്പുകൾക്കാണ്. ഇടനിലക്കാരെ ഒഴിവാക്കി വൻകിട കോർപ്പറേറ്റുകൾക്കും വിദേശ നിക്ഷേപങ്ങൾക്കും നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് അദ്ദേഹം ഇതിൽ കൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വ്യാവസായിക വളർച്ച അമിത വേഗത്തിലാക്കും. മാത്രമല്ല, ഈ ജൂൺ മാസത്തിൽ 5 AIDMK MLA രാജിവെച്ച് DVKയിൽ ചേർന്നത് തന്നെ അദ്ദേഹത്തിന് വർദ്ധിച്ചു വരുന്ന ശക്തിയാണ് കാണിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി
മുമ്പിൽ അദ്ദേഹം നീതി ആയോഗിൽ നടത്തിയ ഒരു പ്രസംഗം വളരെ പ്രസക്തമാകുന്ന ഒന്നാണ്. അദ്ദേഹം വെറും ഒരു നടനല്ല, അതിശക്തനായ ഒരു രാഷ്ട്രീയ നേതാവായി മാറിക്കഴിഞ്ഞുവെന്ന് ആ ഒരു പ്രസംഗം സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 30 ദിവസങ്ങൾ വിജയുടെ ഹണിമൂൺ പീരീഡ് ആയിരുന്നു. എന്നാൽ യാഥാർത്ഥ ഭരണപരിചയമില്ലാത്ത ഒരു മന്ത്രിസഭ ഘടനാപരമായ ഒരു പോരായ്മയും വെല്ലുവിളിയും തന്നെയാണ്. ചെന്നൈയിൽ ഒരു അപ്രതീക്ഷിത വെള്ളപ്പൊക്കം ഉണ്ടായാലോ അല്ലെങ്കിൽ ഭരണത്തിൽ ഒരു ചെറിയ വീഴ്ച സംഭവിച്ചാലോ അദ്ദേഹത്തിന്റെ ഈ സൂപ്പർ ഹീറോ ഇമേജ് വളരെ വേഗം തകർന്നു വീഴാം. മുല്ലപ്പെരിയാർ പോലെയുള്ള ഒരു സങ്കീർണമായ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ദീർഘവീക്ഷണം അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സൗജന്യങ്ങളും വ്യാവസായിക വളർച്ചയും ഒന്നിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? ഈ പരീക്ഷണങ്ങൾ അദ്ദേഹം അതിജീവിച്ചാൽ അത് തമിഴ്നാടിന്റെ മാത്രം ചരിത്രമാവില്ല, ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ ഗതിയും മാറ്റിയെഴുതുന്ന ഒരു പുതിയ അധ്യായമായി മാറും. ഈ മാറ്റങ്ങളെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? കേരളത്തിൽ TVKയ്ക്ക് ഒരു രാഷ്ട്രീയ ഭാവിയുണ്ടോ? അതോ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വസ്തുനിഷ്ഠാപരമായ ഇത്തരം ഡേറ്റ വിശകലനങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Till then, see you. Bye.